നമസ്കാരം, ഞാൻ ജിനീഷ് ശാന്തി യോഗ. കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി ശാന്തി യോഗ പരിശീലന ക്ലാസ്സുകളിലും അതുപോലെ ഞങ്ങളുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നിരവധി ആളുകൾക്കുള്ള ഒരു പ്രധാന സംശയം നെക്ക് സംബന്ധമായ, അതായത് കഴുത്തിൻ്റെ എക്സസൈസ് ഏതു തരത്തിലാണ്, അല്ലെങ്കിൽ നെക്കിനുള്ള ആസനങ്ങളെ കുറിച്ചിട്ടും നെക്കിന് പറ്റിയ വ്യായാമങ്ങളെ കുറിച്ചും പറയാറുണ്ട്. മിക്ക, അതായത് ഫിറ്റ്നസ് എക്സ്പേർട്സുകളായാലും അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റുകളും കൃത്യമായ റൂട്ടിൽ കൂടെയാണ് പരിശീലിക്കുന്നെങ്കിലും പല ആളുകളും സ്വന്തമായി തെറ്റായ രീതിയിൽ കഴുത്തിൻ്റെ പരിശീലനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ മൊബിലിറ്റിയും നെക്ക് മൊബിലിറ്റിയും കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാതെ പരിശീലിക്കുന്നത് മറ്റു തരത്തിലുള്ള പ്രായോഗിക പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും വെർട്ടിഗോ പോലത്തെ ഈ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണാറുള്ള സ്പോണ്ടിലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായി കണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ ചെറിയ സ്ക്രീനിൽ നോക്കുന്നതിൻ്റെ അളവ് കൂടിയിരിക്കുന്നു, അതുപോലെ കൂടുതൽ സമയം നമ്മൾ കഴുത്തിന് സ്ട്രെയിൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പരിശീലനം തുടങ്ങേണ്ടത് ആദ്യം തന്നെ നട്ടിൽ നിവർന്നിരിക്കുക. നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മളെ ശരീരത്തിന്റെ മുറുക്കം ഒഴിവാക്കുക. നല്ല ഭംഗിയിൽ ഇങ്ങനെ യാതൊരു മുറുക്കവുമില്ലാതെ ഇരു തോളുകളും ആയാസത്തിൽ ഒരു 10-15 പ്രാവശ്യം, രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും കണ്ടോ, പതുക്കെ ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, താഴ്ത്തുമ്പോൾ ഉണ്ടോ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ഒരു റിലീഫാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഉണ്ടോ ഷോൾഡർ പതുക്കെ ഇങ്ങനെ മൂവ്മെന്റ് ഇങ്ങനെ കൊടുക്കുക ഉണ്ടോ. അത് കഴിഞ്ഞാൽ റിവേഴ്സ്. ഇത് ഇരിക്കുന്നത് കൈ താഴ്ത്തിയിരിക്കാതെ നമ്മൾ ഷോൾഡർ ഒരേ അളവിൽ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നെക്കിന്റെ മൂവ്മെന്റ് കൊടുക്കുമ്പോൾ ആവശ്യമില്ലാതെ കറക്കാൻ പാടില്ല. അത് നാഡികൾക്ക് ക്ഷതമേൽക്കുവാനും അതുപോലെ തന്നെ ബാലൻസിങ്ങിന് പ്രയാസമുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഇടതുവശത്തേക്കോ, നമ്മളിപ്പോൾ നമ്മൾ നെക്ക് നിവർന്നിരുന്നത് കൊണ്ട് നമ്മൾ ഇടതുവശത്തേക്ക് കൈയുടെ കണ്ട ഒരു ഒരു വിരളമായി സങ്കല്പിക്കുക. അതിനുശേഷം വലതുവശത്തേക്ക് കണ്ട ഒരേ അളവിൽ വളരെ മുഖം പ്രസന്നമായി ചിരിച്ചുകൊണ്ട് ഒരു മുറുക്കവുമില്ലാതെ ആയാസത്തിലായിരിക്കണം പരിശീലനം. ഇവിടെ ശ്വാസം വിട്ടുകൊണ്ട് വരിക, നേരെ വന്ന് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എക്സേൽ. ഇവിടെ നമ്മൾ ബ്രീത്ത് എടുത്തു കഴിഞ്ഞു വേണം. എക്സേൽ. അതിനുശേഷം നേരെ വന്ന് നിവർന്നിരുന്നു ചിന്ന ചെയ്യുമ്പോൾ ചെസ്റ്റ് നല്ല എക്സ്റ്റൻഷൻ കൊടുക്കുക. ഒരിക്കലും ഹൈബ്രോ സ്ട്രെയിൻ കൊടുക്കരുത്, കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊടുക്കരുത്. ചിൻ ഡൗൺ, പതുക്കെ ഡൗൺ ചെയ്യുമ്പോൾ സ്റ്റൊമക്ക് കോൺട്രാക്ട് ചെയ്യാൻ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഉണ്ടോ, ബ്രീത്ത് എടുത്ത് ഡൗൺ, എക്സേൽ. അപ്പൊ ഇവിടെ റിലീസ് ആണ്, റിലീസ്. അടുത്ത് ഇടത് കൈ നേരെ ഉണ്ടോ വലത് തോളിൽ വെക്കുക, സൗകാസനം. റിലീസ്. വലത് കൈ നേരെ ഇടത് തോളിൽ വെക്കുക, റിലീസ്. ഇങ്ങനെ ഒരു 4-5 തവണ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ കൈകളുടെ മൂവ്മെന്റുകൾ കൂട്ടി പരിശീലനങ്ങളൊക്കെ ചെയ്ത് നല്ല റിലീഫ് ചെയ്യുക. വേണമെങ്കിൽ നമ്മൾ സോക്കറ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ആവാം. മറ്റു ബുദ്ധിമുട്ടുകളോ മുറുക്കമോ ഇല്ലാത്തവർ ഒരിക്കലും നിങ്ങൾ കഴുത്തിന്റെ ഭാഗത്ത് ഫുൾ റൊട്ടേഷൻ കൊടുത്തിട്ടോ നിങ്ങൾ റോങ് ആയിട്ട് ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ ലളിതമായി കുറഞ്ഞ രീതിയിൽ പരിശീലിക്കുമ്പോൾ നല്ല റിലീഫ് നമുക്ക് കിട്ടുകയും കൃത്യമായ ശ്വസന സംവിധാനങ്ങളോടുകൂടി പരിശീലനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശാന്തിയുടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ നമ്മളെ ഓൺലൈൻ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മളെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ ഒരിക്കലും സ്ക്രീൻ ഹൈറ്റിൽ വെക്കാതിരിക്കുക. നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്ക്രീൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വിദഗ്ധരായ ഡോക്ടറുകൾക്ക് മുന്നേ നമ്മുടെ കൊറോണ സമയങ്ങളൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ നമ്മളെ കണ്ണിന് താഴെ വെച്ചിട്ട് വേണം പരിശീലിക്കും, അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കണ്ണുകൾക്കും കഴുത്തിന്റെ ഭാഗങ്ങൾക്കും നമ്മുടെ ബ്രെയിനിനൊന്നും വലിയ സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും.
പിന്നെ യോഗ പരിശീലകരൊക്കെ കഴുത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞിട്ട് പരിശീലിക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. ഏതായാലും നല്ല ഒരു ആരോഗ്യ പദ്ധതിയായി ശാന്തി യോഗയുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നിങ്ങളുടെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായ വിവരണങ്ങൾ നിങ്ങളെ അറിവ് പകർന്നു തരാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.